I am Shivani AB of S4 Civil from SNIT Adur. So I am here to discuss a topic from Fluid Mechanics 2. The subject code is CE206. The topic is from Module 1. Topic is specific speed of turbine. Specific speed of turbine definition. It is defined as the speed of turbine which is identical in shape, geometrical dimensions, blade angles, gate openings, etc. with the actual turbine, but of such a size that it will develop unit power when working under unit head. It is denoted by the symbol NS. So specific speed എന്ന് വെച്ചാൽ ഒരു വർക്കിംഗ് ആയിട്ടുള്ള ഒരു ടർബൈൻ യൂണിറ്റ് ഹെഡിൽ യൂണിറ്റ് പവർ ഏത് സ്പീഡിലാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ സ്പീഡിനെയാണ് സ്പെസിഫിക് സ്പീഡ് ഓഫ് ടർബൈൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ യൂണിറ്റ് ഹെഡും യൂണിറ്റ് പവറും ആണ്. യൂണിറ്റ് ഹെഡിൽ യൂണിറ്റ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് സ്പീഡിലാണോ ആ സ്പീഡിനെയാണ് സ്പെസിഫിക് സ്പീഡ് ഓഫ് ടർബൈൻ എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ആക്ച്വൽ ടർബൈനുമായിട്ട് ഐഡൻറ്റിക്കൽ ഇൻ ഷേപ്പ്, ജോമെട്രിക്കൽ ഡയമെൻഷൻസ്, ബ്ലേഡ് ആംഗിൾസും ഒക്കെ ആയിട്ട് ഐഡൻറ്റിക്കൽ ആണ്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടർബൈൻസുകളുണ്ട്. ആ ടർബൈൻസുകളെയൊക്കെ കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു ടേമാണ് സ്പെസിഫിക് സ്പീഡ്. അതുകൊണ്ട് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ്. ഇത് ഡിനോട്ട് ചെയ്യുന്നത് NS വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡെറിവേഷൻ ഓഫ് സ്പെസിഫിക് സ്പീഡ്. സോ the overall efficiency eta naught of any turbine is given by eta naught എന്ന് പറഞ്ഞാൽ ഓവറോൾ എഫിഷ്യൻസി. ഓവറോൾ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഷാഫ്റ്റ് പവർ ബൈ വാട്ടർ പവർ. ഷാഫ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ പവർ ഡെവലപ്ഡ്, വാട്ടർ പവർ റോ ജി ക്യു എച്ച് ബൈ 1000. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്, ഹൈഡ്രോളിക് ടർബൈൻ ആണെങ്കിൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി, ക്യൂ എന്ന് പറയുന്ന ഡിസ്ചാർജ് ആണ്, എച്ച് എന്ന് പറയുന്ന ഹെഡ് ആണ്, ബൈ 1000. സോ ഇസ് ഈക്വൽ ടു പി ബൈ റോ ജി ക്യു എച്ച് ബൈ 1000. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. സോ ഇതിൽ നിന്ന് നമുക്ക് പി എന്തെഴുതാം? പി ഇസ് ഈക്വൽ ടു ഈറ്റ നോട്ട് റോ ജി ക്യു എച്ച് ബൈ 1000 എന്ന് എഴുതാം. വിച്ച് ഈസ് ഇതിനകത്ത് ഈറ്റ നോട്ട്, റോ ജി, 1000s എല്ലാം കോൺസ്റ്റൻറ്റുകളാണ്. കോൺസ്റ്റൻറ്റിനെ മാറ്റി നിർത്തിയാൽ പി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ക്യൂ ഇൻറ്റു എച്ച് എന്ന് എഴുതാം. ക്യൂവും എച്ചും വേരി ചെയ്യുന്നതിനനുസരിച്ച് പിയും വേരി ചെയ്യും. സോ അപ്പം ഇതാണ് നമ്മളുടെ മെയിൻ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇതിൽ നിന്നാണ് നമ്മൾ സ്പെസിഫിക് സ്പീഡ് കണ്ടുപിടിക്കുന്നത്. ഇത് നമുക്ക് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഹെഡിൽ യൂണിറ്റ് പവർ ഡെവലപ്പ് ചെയ്യുന്നത് ഏത് സ്പീഡിലാണോ അതിനാണ് സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഹെഡിൻ്റെയും പവറിൻ്റെയും സ്പീഡിൻ്റെയും ടേംസിലായിരിക്കണം. സോ അപ്പോൾ ഈ ക്യൂവിനെ കൺവേർട്ട് ചെയ്ത് ഹെഡിൻ്റെയും സ്പീഡിൻ്റെയും ടേംസിലാക്കിയിട്ട് വേണം ഈ ഇക്വേഷനകത്തോട്ട് സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ക്യൂ ഇൻറ്റു എച്ച് അതിനകത്തെ ക്യൂവിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കാൻ വേണ്ടി. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ D is equal to diameter of actual turbine, N is equal to speed of actual turbine ആണ്. U എന്ന് പറയുന്നത് tangential velocity of the turbine and NS is equal to specific speed of the turbine ആണ്. പിന്നെ എന്ന് പറഞ്ഞാൽ V is equal to absolute velocity of water ആണ്. The absolute velocity, tangential velocity and head on the turbine are related as absolute velocityയും ടാൻജൻഷ്യൽ വെലോസിറ്റിയും ഹെഡും ആയിട്ടുള്ള റിലേഷനാണ്. യു വി എച്ചും ആയിട്ടുള്ള റിലേഷനാണിത്. യു ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പി ആണ്, വെയർ വി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റൂട്ട് എച്ച് ആണ്. ഇതിൽ നിന്ന് എന്തെഴുതാം? യു ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വിയു ആണ്, വി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റൂട്ട് എച്ചും ആണ്. സോ യു ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റൂട്ട് എച്ച് വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 3 ആണ്. നെക്സ്റ്റ്, ടാൻജൻഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് യു ആണ്. യുവിനുള്ള ഇക്വേഷനാണ് പൈ ഡി എൻ ബൈ 16 എന്ന് പറയുന്നത്. പൈയും 16 കോൺസ്റ്റൻ്റ് ആണ്. അതിനെ മാറ്റിയതിന് ശേഷം യു ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡി എൻ എന്ന് എഴുതാലോ, വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 4. നമ്മൾ ഇക്വേഷൻ 3ഉം 4ഉം നോക്കിക്കുകയും യു ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റൂട്ട് എച്ചും യു ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡി എനും ആണ്. സോ വി ക്യാൻ റൈറ്റ് റൂട്ട് എച്ച് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡി എൻ. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഫ്രം ഇക്വേഷൻ 3 and 4 വി ഹാവ് റൂട്ട് എച്ച് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡി എൻ. ഇതിൽ നിന്ന് നമുക്ക് ഡി എഴുതാം, വിച്ച് ഈസ് ഡി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റൂട്ട് എച്ച് by n, which is equation number 5. നെക്സ്റ്റ്, ഇനി നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ക്യൂ ആണ്. ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ചാർജ് ആണ്. സോ ദ ഡിസ്ചാർജ് ത്രൂ ദി ടർബൈൻ ഈസ്, ക്യൂവിൻ്റെ ഇക്വേഷനാണ് ഏരിയ ഇൻറ്റു വെലോസിറ്റി. സോ ഏരിയ എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു ഡി ആണ്. ബി എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ആണ്, ഡി ഡെപ്ത് ആണ്. ഈ കേസിൽ ബി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡി ആയതുകൊണ്ട് ഏരിയ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡി സ്ക്വയർ എന്ന് എഴുതാം. വെലോസിറ്റി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റൂട്ട് എച്ചും ആണ്. സോ ഏരിയയ്ക്ക് നമുക്ക് ഡി സ്ക്വയർ എന്നും വെലോസിറ്റിക്ക് റൂട്ട് എച്ച് എന്നും ഇട്ട് കൊടുക്കാം. സോ ക്യൂ ഡയറക്ട്ലി പ്രപ്പോർഷണൽ
2d² ഇൻറ്റു റൂട്ട് എച്ച് എന്ന് എഴുതാം. ഈ ഡീനെ നമുക്ക് എന്താണ്, ഡി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഡി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റൂട്ട് എച്ച് ബൈ എൻ. ഇൻ ടേംസ് ഓഫ് ഹെഡിൻ്റെയും സ്പീഡിൻ്റെയും ടേംസിൽ നമ്മൾ ഡീനെ കൺവേർട്ട് ചെയ്ത് ആക്കിയായിരുന്നു. ആ ഡീൻ്റെ വാല്യൂ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം. സോ we have d directly proportional to root h by n from equation 5. In directly proportional to root h by n the whole square into root h. Root h the whole square എന്ന് വെച്ചാൽ h ആണ്, by n square into root h. ഇത് റൂട്ട് എച്ച് എന്ന് പറഞ്ഞാൽ h raised to 1/2. സോ a raised to m into a raised to n എന്ന് വെച്ചാൽ a raised to m plus n ആണ്. സോ 1 plus 1/2 എന്ന് പറഞ്ഞാൽ 3/2 ആണ്. അതുകൊണ്ട് q ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു h raised to 3/2 by n സ്ക്വയർ എന്ന് കിട്ടും. അപ്പം നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ കിട്ടിയല്ലോ. ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് എച്ചിൻ്റെയും എന്നിൻ്റെയും ടേംസിലാണ് കിട്ടിയത്. സോ നമുക്ക് എന്തിലിട്ട് കൊടുക്കാം? ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് q ഇൻ ഇക്വേഷൻ നമ്പർ 2. q ഇക്വേഷൻ നമ്പർ 2 ഇട്ട് കൊടുക്കുവാണ്. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2 എന്തുമായിരുന്നു? പി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ക്യൂ ഇൻറ്റു എച്ചിനകത്ത് ആ ക്യൂവിനാണ് നമ്മൾ വാല്യൂ ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇക്വേഷൻ നമ്പർ 2 ക്യൂവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് പി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു h raised to 3/2 by n square into h, ദാറ്റ് ഈസ് a raised to m into a raised to n എന്ന് പറയുന്ന ഫോർമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് കിട്ടും? പി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു h raised to 5/2 by n square. ഈ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി പി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു h raised to 5/2 by n square എന്ന് കിട്ടും. വിച്ച് ഈസ് കെ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻറ്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി ആണ്. നമ്മളുടെ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ, സ്പെസിഫിക് സ്പീഡിൻ്റെ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ, യൂണിറ്റ് ഹെഡിൽ യൂണിറ്റ് പവർ ഏത് സ്പീഡിലാണോ ഡെവലപ്പ് ചെയ്യുന്നത് അതിനെയാണ് സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പവറിന് 1 kW ഹെഡിന് 1 മീറ്ററും എന്നിന് NSഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം ഈ ഇക്വേഷനിൽ. പവർ 1 kW h 1 മീറ്ററും n NSുമായിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഇൻ എബവ് ഇക്വേഷൻ, സോ 1 is equal to k into 1 raised to 5/2 by ns square എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം നമുക്ക് എന്ത് കിട്ടും? ns square is equal to k എന്ന് പറഞ്ഞ് കിട്ടും. ദാറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ കെൻ്റെ വാല്യൂ ഇനി നമ്മൾ നേരത്തെ കണ്ടുവച്ചിരുന്ന ഇക്വേഷനിൽ പി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു h raised to 5/2 by n square, അതിനകത്തോട്ട് കെൻ്റെ വാല്യൂ ns square എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കണം. സോ പി ഈസ് ഈക്വൽ ടു ns square ഇൻറ്റു h raised to 5/2 by n square എന്ന് പറഞ്ഞ് കിട്ടും. സോ ns square ഇസ് ഈക്വൽ ടു എന്തായിട്ട് നമുക്ക് കിട്ടും? ns square ഇസ് ഈക്വൽ ടു n square p by h raised to 5/2 എന്ന് പറഞ്ഞ് കിട്ടും. ns എന്ന് പറയുന്നത് റൂട്ട് ഓഫ് n square p by h raised to 5/2. റൂട്ടിൻ്റെ പുറത്തെടുക്കുമ്പോഴത്തേന് ns ഇസ് ഈക്വൽ ടു n ഇൻറ്റു റൂട്ട് ഓഫ് p by h raised to 5/4. ഇവിടെ റൂട്ട് ഓഫ് h raised to 5/2 ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? h raised to 5/2 ദ ഹോൾ raised to 1/2 ആണ്. റൂട്ട് എച്ച് എന്ന് പറഞ്ഞാൽ h raised to 1/2 ആണ്. അപ്പോൾ നമുക്ക് h raised to 5/4 എന്ന് കിട്ടും. അതാണ് ഇവിടെ h raised to 5/4 എന്ന് ഇട്ട് കൊടുത്തേക്കുന്നത്. സോ സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്നത് ns is equal to n into root p by h raised to 5/4. So next problem, the question is, a Pelton wheel develops 8,000 kW under a net head of 130 meter at a speed of 200 rpm. Assuming the coefficient of velocity for the nozzle 0.98, hydraulic efficiency 87%, speed ratio 0.46 and jet diameter to wheel diameter ratio 1/9, determine the discharge required, the diameter of the wheel, the diameter and number of jets required, the specific speed. Mechanical efficiency 75%. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് ഗിവൺ കണ്ടീഷൻസ് എഴുതണം. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ പവർ 8,000 kW ആണ് തന്നിട്ടുണ്ട്. അണ്ടർ എ നെറ്റ് ഹെഡ് എന്ന് പറയുന്നത് h 130 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. സ്പീഡ് എന്ന് പറയുന്നത് n ആണ്, ns അല്ല. n എന്ന് പറയുന്നത് 200 rpm ആണ്. കോഎഫിഷ്യൻറ്റ് ഓഫ് വെലോസിറ്റി ദാറ്റ് ഈസ് CV 0.98 ആണ്. ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് h 87% ആണ് തന്നിട്ടുണ്ട്. പെർസെൻറ്റേജിൽ നിന്ന് മാറ്റുമ്പോഴത്തേന് 0.87 ആയി മാറും. സ്പീഡ് റേഷ്യോ എന്ന് പറയുന്നത് 0.46 ആണ് തന്നിട്ടുണ്ട്. ജെറ്റ് ഡയമീറ്റർ ടു വീൽ ഡയമീറ്റർ ദാറ്റ് ഈസ് ജെറ്റ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ സ്മോൾ d ആണ്, വീൽ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ D ആണ്. അതിൻ്റെ റേഷ്യോ 1/9 ആണ് തന്നിട്ടുണ്ട്. സോ ഡിറ്റർമൈൻ ഡിസ്ചാർജ് റിക്വേർഡ് എന്ന് പറഞ്ഞാൽ Q, ഡയമീറ്റർ ഓഫ് ദ വീൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ D, ഡയമീറ്റർ ആൻഡ് നമ്പർ ഓഫ് ജെറ്റ്സ് റിക്വേർഡ്. ജെറ്റിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ഡിയും നമ്പർ ഓഫ് ജെറ്റ്സ് റിക്വേർഡും കണ്ടുപിടിക്കണം. സ്പെസിഫിക് സ്പീഡ് NSഉം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഗിവൺ കണ്ടീഷൻസ് എഴുതിയിട്ടുണ്ട്.
പി, എച്ച്, എൻ, സി വി, ഈറ്റ, എച്ച് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സ്പീഡ് റേഷ്യോൻ്റെ ഇക്വേഷനാണ് സ്പീഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു u1/√2gh. അപ്പോൾ സ്പീഡ് റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ u1/√2gh ഈസ് ഈക്വൽ ടു 0.46 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് u1 കണ്ടുപിടിക്കാൻ പറ്റും. So u1 is equal to 0.46 into √2gh. 0.46 into √2 into 9.81 h 130 ആണ്. So 23.231 meter per second എന്ന് u1ൻ്റെ വാല്യൂ കിട്ടും. ജെറ്റ് ഡയമീറ്റർ ടു വീൽ ഡയമീറ്റർ നമുക്ക് ഗിവൺ ആയിരുന്നു. ദാറ്റ് ഈസ് സ്മോൾ d ബൈ ക്യാപിറ്റൽ D 1/9 ആണ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് നെക്സ്റ്റ് ഈറ്റ എം എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എഫിഷ്യൻസിയാണ് 75% എന്നും തന്നിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് 0.75 ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു പെർസെൻറ്റേജിനെ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ക്യൂ കണ്ടുപിടിക്കാനാണ്. ദാറ്റ് ഈസ് ഡിസ്ചാർജ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഈറ്റ നോട്ട് ഈസ് ഈക്വൽ ടു ഷാഫ്റ്റ് പവർ ബൈ വാട്ടർ പവർ. ഷാഫ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ പി ആണ്, ബൈ ρg QH by 1000. അതാണ് വാട്ടർ പവർ. ക്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ ഇതിനകത്ത് ഈറ്റ നോട്ട് നമുക്ക് അറിയത്തില്ല. സോ ഈറ്റ നോട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഈറ്റ നോട്ട് ഈസ് ഈക്വൽ ടു ഈറ്റ എച്ച് ഇൻറ്റു ഈറ്റ എം. ഈറ്റ എച്ച് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് എഫിഷ്യൻസി, ഈറ്റ എം എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഫിഷ്യൻസി. ഇത് രണ്ടും നമുക്ക് ഗിവൺ ആണ്. സോ 0.87 ഇൻറ്റു 0.75 ഈസ് ഈക്വൽ ടു 0.6525 എന്ന് കിട്ടും. സോ ഈറ്റ നോട്ടിൻ്റെ വാല്യൂ നമുക്കിവിടെ കിട്ടി. ഈ ഈറ്റ നോട്ടിൻ്റെ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേന് ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ക്യൂ ഈസ് ഈക്വൽ ടു 9.613 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് കിട്ടും. നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഡയമീറ്റർ ഓഫ് വീൽ കണ്ടുപിടിക്കാനാണ്. ഡയമീറ്റർ ഓഫ് വീൽ കണ്ടുപിടിക്കാൻ വെച്ചാൽ ക്യാപിറ്റൽ D ആണ്. അതിൻ്റെ ഇക്വേഷനാണ് u1 ഈസ് ഈക്വൽ ടു πd/n/60. ഇതിൽ നിന്ന് നമ്മൾ ക്യാപിറ്റൽ D കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ D ഇസ് ഈക്വൽ ടു 60 ഇൻറ്റു u1 ബൈ പൈ ഇൻറ്റു n. u1 നമ്മൾ നേരത്തെ സ്പീഡ് റേഷ്യോയിൽ നിന്ന് കണ്ടുപിടിച്ചായിരുന്നു. ദാറ്റ് ഈസ് 23.231 ബൈ പൈ ഇൻറ്റു 200. ദാറ്റ് ഈസ് ക്യാപിറ്റൽ D ഇസ് ഈക്വൽ ടു 2.218 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ജെറ്റും നമ്പർ ഓഫ് ജെറ്റ്സും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഡയമീറ്റർ ഓഫ് ജെറ്റ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ സ്മോൾ d ആണ്. നമുക്ക് ഗിവൺ ആണ് സ്മോൾ d ബൈ ക്യാപിറ്റൽ D എന്ന് പറഞ്ഞാൽ 1/9 ആണ്. സോ ക്യാപിറ്റൽ D ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം ക്യാപിറ്റൽ D കണ്ടുപിടിച്ചതിന് ശേഷം D ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ D ബൈ 9 ആണ്. ക്യാപിറ്റൽ D 2.218 ബൈ 9 ആണ്. സോ സ്മോൾ ഡിയുടെ വാല്യൂ 0.246 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. നെക്സ്റ്റ് നമ്മൾ നമ്പർ ഓഫ് ജെറ്റ്സ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ജെറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷനാണ് നമ്പർ ഓഫ് ജെറ്റ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്ചാർജ് ബൈ ഡിസ്ചാർജ് ഓഫ് 1 ജെറ്റ്. ഇത് ബൈ ഹാർട്ട് ചെയ്യണം നമ്മൾ. നമ്പർ ഓഫ് ജെറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ടോട്ടൽ ഡിസ്ചാർജ് ബൈ ഡിസ്ചാർജ് ഓഫ് 1 ജെറ്റ്. ടോട്ടൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ. അതാണ് നമ്മളുടെ ടോട്ടൽ ഡിസ്ചാർജ്. ഇനി ഡിസ്ചാർജ് ഓഫ് 1 ജെറ്റ് കണ്ടുപിടിക്കണം. അതിനുള്ള ഇക്വേഷനാണ് ഏരിയ ഓഫ് ജെറ്റ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ജെറ്റ്. ഏരിയ ഓഫ് ജെറ്റ് എന്ന് പറഞ്ഞാൽ π/4 ഇൻറ്റു d² ആണ്. വെലോസിറ്റി ഓഫ് ജെറ്റ് v ആണ്. D എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ജെറ്റിൻ്റെയാണ് സ്മോൾ d എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് v കണ്ടുപിടിക്കണം. v കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് v ഇസ് ഈക്വൽ ടു CV√2gh. CV എന്ന് പറഞ്ഞ കോഎഫിഷ്യൻറ്റ് ഓഫ് വെലോസിറ്റി ആണ്. അത് നമുക്ക് ഗിവൺ ആയിരുന്നു 0.98 ഇൻറ്റു √2 ഇൻറ്റു 9.81 ഇൻറ്റു ഹെഡ് എന്ന് പറഞ്ഞ് 130 മീറ്റർ. അപ്പം നമുക്ക് ആൻസർ കിട്ടുന്നതെന്ന് വെച്ചാൽ 49.493 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വെലോസിറ്റി കിട്ടും. സോ നമുക്ക് ഡിസ്ചാർജ് ഓഫ് 1 ജെറ്റ് കണ്ടുപിടിക്കാനുള്ള വാല്യൂസ് എല്ലാം കിട്ടി. സോ π/4 ഇൻറ്റു സ്മോൾ ഡിയുടെ വാല്യൂ 0.246 സ്ക്വയർ ഇൻറ്റു വെലോസിറ്റിയുടെ വാല്യൂ 49.493. സോ ദ ആൻസർ ഈസ് 2.352 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. സോ ഇനി നമ്പർ ഓഫ് ജെറ്റ്സ് എന്ന് പറയുന്ന ഇക്വേഷനകത്തോട്ട് വാല്യൂസ് ഇട്ട് കൊടുക്കണം. നമ്പർ ഓഫ് ജെറ്റ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്ചാർജ് ബൈ ഡിസ്ചാർജ് ഓഫ് 1 ജെറ്റ്. നമുക്ക് വാല്യൂസ് അറിയാം. ടോട്ടൽ ഡിസ്ചാർജിൻ്റെ വാല്യൂ ക്യൂവിൻ്റെ വാല്യൂ 9.613 ബൈ ഡിസ്ചാർജ് ഓഫ് 1 ജെറ്റ് ഇപ്പം കിട്ടിയത് 2.352. സോ 4.087 എന്ന് പറഞ്ഞിട്ടും അപ്രോക്സിമേറ്റ്ലി നമ്മൾ 4 ജെറ്റ്സ് ആയിട്ട് എടുത്തു. നമ്പർ ഓഫ് ജെറ്റ്സ് 4 ജെറ്റ്സ് ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ സ്പെസിഫിക് സ്പീഡ് കണ്ടുപിടിക്കാനാണ്. ദാറ്റ് ഈസ് NS കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമ്മളിപ്പോൾ നേരത്തെ ഡിറൈവ് ചെയ്തത്. അതാണ് n ഇൻറ്റു √p ബൈ h⁴. n എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പീഡ്, p എന്ന് പറയുന്നത് പവർ, h എന്ന് പറയുന്നത് ഹെഡാണ്. സോ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേന് 200 ഇൻറ്റു √8,000 ബൈ 130⁵. അപ്പോൾ നമുക്ക് NSൻ്റെ വാല്യൂ 40.751 എന്ന് കിട്ടും. ഇത് യൂണിറ്റ് ഒന്നുമില്ല, NSന് യൂണിറ്റ് ഒന്നുമില്ല. സോ 14.75 എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോൾ എല്ലാ വാല്യൂസും കിട്ടി.